നമുക്കും അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയണം. അല്ലാഹു നൽകുന്ന സവിശേഷമായ കഴിവുകൾ എല്ലാവർക്കും അല്ലാഹു നൽകിക്കൊള്ളണമെന്നില്ല. ദാലിക ഫദ്ലുല്ലാഹ് യുഅ്തീഹി മൻ യശാ. സ്വഹാബികളിൽ കറാമത്തുകൾ ഉണ്ടായ ഒരുപാട് സ്വഹാബിമാരുണ്ട്, കറാമത്തുകൾ ഇല്ലാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഉലമാ പറയുന്നത്, ഒരു വലിയന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് ദീനുഹു. ഏതൊരു ആലിമിന്റെയും, ഏതൊരു പണ്ഡിതന്റെയും, ഏതൊരു മഹാമനുഷ്യന്റെയും ഏറ്റവും വലിയ കറാമത്ത് ദീനുഹു. ആ മനുഷ്യൻ എത്രത്തോളം അള്ളാഹുവിന്റെ ദീൻ കൊണ്ട് നടക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കറാമത്ത്. അതാണ്. പിന്നെ അതിന് ശേഷം വരുന്ന അള്ളാഹു നൽകുന്ന സവിശേഷതകളാണ് അത്ഭുതങ്ങളും സംഭവങ്ങൾ സംഭവിക്കുന്നത്. ഇതെല്ലാം അള്ളാഹുവിന്റെ ആത്മീയ തീരത്തേക്ക് മനുഷ്യൻ അടുക്കുമ്പോൾ അള്ളാഹു നൽകുന്ന പ്രത്യേകതകളാണ്. അവനിലേക്ക് അടുക്കുന്നവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. നമ്മൾ എങ്ങോട്ടാണ് ഓടുന്നത്? മനുഷ്യന്റെ ശരീരം എന്തു പറയുന്നുവോ അത് മാത്രം ചെയ്ത് ജീവിക്കാനാണ് നമ്മൾ ഓടുന്നത്. എന്ത് കിട്ടുന്നു അതുകൊണ്ട്? എന്ത് സമാധാനം നമുക്കുണ്ടാകുന്നു? മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹുവെങ്കിൽ ആ സൃഷ്ടിപ്പ് നടത്തിയവനാണ് പറയേണ്ടത് എവിടെയാണ് ഈ സൃഷ്ടി ഫംഗ്ഷൻ ചെയ്യേണ്ടത് എന്ന്. അതിന്റെ മാനുവൽ പരിശുദ്ധമായ ഖുർആൻ. എന്റെ ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട്, യുവാക്കളോട്, യുവതികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ തിരിഞ്ഞു നടക്കേണ്ട ഒരു വഴിയാണിത്. ഫാഷന്റെയും ഭൗതിക ഭ്രമത്തിന്റെയും പിന്നാലെ നമ്മൾ ഓടുമ്പോ ഒന്നോർക്കണം, ആത്മീയതയിൽ നിന്ന്, അല്ലാഹുവിൽ നിന്നുള്ള ഈ ഓട്ടം, ഈ അകൽച്ച, ലാ യസീദു മിനല്ലാഹി ഇല്ലാ ബുഅദ. ആ ഒരു ഓട്ടം സമാധാനത്തിൽ നിന്ന് ഏറ്റവും വലിയ അകൽച്ചയാണ്. മനുഷ്യന്റെ മനസ്സിൽ ഒരുതരം വൈവറിങ് വരും, ഒരുതരം പ്രയാസം വരും, ഒരുതരം മനസ്സ് കെട്ടൽ വരും. മനസ്സിനുള്ളിൽ സമാധാനം കിട്ടില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. സുജൂദിൽ കിടന്ന് തല മണ്ണിലേക്ക് വെച്ച് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, കാരുണ്യവാനെ നീയാണല്ലോ ഏറ്റവും ഉന്നതൻ എന്ന് അല്ലാഹുവിനോട് പറയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം. അമൽ അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം. ഇഖ്ലാസ് നമ്മുടെ കൈകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനം. ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം എന്ന് പറഞ്ഞുകൂടാ. ആത്മീയതയുടെ പ്രകടനങ്ങൾ ഒരുപാടുണ്ട് ഇന്നത്തെ കാലത്ത്, ഒരുപാടുണ്ട്. ആത്മീയതയുടെ പ്രകടനങ്ങൾ, സിയ്യുകൾ നമ്മുടെ ലിബാസിൽ. ഒരു മുതഅല്ലിമാവട്ടെ, ഒരു ആലിമാകട്ടെ, ഒരു വാഇദാകട്ടെ, സിയ്യുണ്ട്, കാട്ടിക്കൂട്ടലുകളുണ്ട്. പക്ഷെ അത് ഖൽബിന്റെ ഉള്ളിലേക്ക് കടക്കുന്നുണ്ടോ? നമ്മുടെ അമൽ ആർക്ക് വേണ്ടി ചെയ്യുന്നു? ഇഖ്ലാസ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്നുണ്ടോ? വലിയ അഴിച്ചുപണി ആവശ്യമുള്ള കാലമാണിത്. എല്ലാം പ്രകടനങ്ങളാണ്, എല്ലാം കാണിച്ചുകൂട്ടലാണ്. എല്ലാം മനുഷ്യൻ അത് ഫോട്ടോ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. ويحبون أن يحمدوا بما لم يفعلوا فلا تحسبنهم بمفازة من العذاب. നമ്മൾ ചെയ്യുന്നത് വളരെ ചെറുത്, എന്നാൽ അതിനെപ്പറ്റി പറയുന്നതോ വാ നിറച്ചു പറയാൻ. കബറത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം. ചെയ്യാത്തത് പോലും വിളിച്ചു പറയാൻ, ചെയ്യുന്ന ചെറിയ നന്മ പോലും മാലോകരം മുഴുവനും വിളിച്ചറിയിക്കാൻ. ആർക്കാണിത് ചെയ്യുന്നത്? അല്ലാഹുവിന് വേണ്ടിയാണോ? അവന്റെ സൃഷ്ടികൾക്ക് വേണ്ടിയോ? അതല്ല, ആർക്ക് വേണ്ടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയൽ ഗനിയൽ ഖഫിയ. അല്ലാഹുവിന് ഒരാളെ ഇഷ്ടമാണ്. ആരെന്നറിയോ? അത്തഖിയ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരാളെ. അൽ ഗനിയ, സമ്പന്നനായ ഒരാൾ. പിന്നെയോ അൽ ഖഫിയ, എന്നാൽ താൻ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ ആരെയും വിളിച്ചറിയിക്കാതെ സ്വകാര്യമായി, രഹസ്യമായി ദാനം ചെയ്യുന്ന മുതലാളിയെ അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വദഖ എന്ന വലിയൊരു നന്മയാണ് ചെയ്തത്. പക്ഷെ ആ നന്മ ഒളിപ്പിച്ചു വെച്ചു. സകാത്ത് പരസ്യമായി ചെയ്യണം.
ദാനം ചെയ്യുന്ന ആളുകൾ സക്കാത്ത് കൊടുക്കുന്നുണ്ടോ എന്ന് ആരും അറിയുന്നില്ല. സക്കാത്ത് ഇസ്ലാമിന്റെ ഷിആറാണ്, ഇസ്ലാമിന്റെ പ്രകടമായ അടയാളമാണത്. ഫർളായ നിസ്കാരം അത് ഇസ്ലാമിന്റെ ഷിആറാണ്. അതിനെ ഇഖാമത്ത് ചെയ്യാനാണ് പള്ളികൾ ഉണ്ടാക്കുന്നത്. അത് പരസ്യമായി ചെയ്യണം. ഫർള് നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങളോ രഹസ്യമായി ആരും കാണാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്തിനെന്നറിയോ? ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുമ്പോ നമ്മുടെ ഖൽബിൽ നിന്ന് ലക്ഷ്യം അല്ലാഹു അല്ലാതെ മാറുന്നുണ്ട്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ വെറുതെ സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ളുഹറിന്റെ ബാങ്ക് കൊടുക്കുന്നതിന്റെയും ഒരുപാട് നേരം മുമ്പ്, സാധാരണ ആളുകളൊക്കെ ജോലിക്ക് പോകുന്ന നേരത്ത് ആരോ വാതിൽ തുറക്കുന്ന പോലെ തോന്നി ഈ നിസ്കരിക്കുന്ന ആൾക്ക്. നിസ്കാരം കണ്ട് നീട്ടിക്കളഞ്ഞു. ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാൻ വിചാരിച്ച ആള് പിന്നെ സൂറത്തു യാസീൻ ഓതി. എന്തേ? ആ വന്ന ആള് കണ്ടോട്ടെ ഞാൻ നിസ്കരിക്കുന്നത് വിചാരിച്ചിട്ട്. റുക്കൂഉം സുജൂദൊക്കെ ഒരുപാട് ഓതി, ഒരുപാട് നീട്ടി. അങ്ങനെ ഇയാള് 2 റക്അത്തോ 4 റക്അത്തോ നിസ്കാരം ആദ്യം തുടങ്ങിയത് അല്ലാഹ്ക്ക് വേണ്ടിയാണ്. പക്ഷെ ഇടയ്ക്ക് ഒരു ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോ ഏതോ ഒരു നാട്ടുകാരൻ വരുന്നുണ്ടോ, കണ്ടോട്ടെ ഞാൻ നിസ്കാരക്കാരനാണ്. നിസ്കാരമൊക്കെ നീട്ടി റാഹത്തിൽ സലാം വിട്ട് നോക്കുമ്പോൾ വഴിതെറ്റി വന്ന ഒരു നായയായിരുന്നു അത്. അതിൽ വലിയൊരു നുക്ചയുണ്ട്, ഒരു പാഠമുണ്ട്. മുസ്ലിം ഉമ്മത്ത് ഇന്ന് അങ്ങോട്ടാണ് പോകേണ്ടത്. ഇന്ന് നമുക്ക് നഷ്ടം അറബിക് കോളേജിന്റെ കുറവല്ല, യതീംഖാനയുടെ കുറവല്ല, പള്ളി ദർസിന്റെ കുറവല്ല, മുതഅല്ലിമീങ്ങളുടെ എണ്ണത്തിന്റെ കുറവുമല്ല. പിന്നെ എന്താണെന്നറിയോ? ഇഖ്ലാസിന്റെ കുറവാണ്. ആർക്കൊക്കെ വേണ്ടി, സംഘടനകളെ വലുതാക്കി കാണിക്കാൻ വേണ്ടി, ആൾക്കൂട്ടമാണ് എന്ന് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി. എന്തിനാണിതൊക്കെ? നമ്മൾ ചെയ്യുന്നത് വലൗ യസീറൻ, എത്ര കുറച്ചാണെങ്കിലും അത് അല്ലാഹുവിന് വേണ്ടിയാണെങ്കിൽ അതേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് ഓതുമ്പോൾ ബോധം കെട്ടി വീഴുമായിരുന്നു. 3 or 4 തവണ ബോധം കെട്ടി വീഴും, എന്നിട്ട് ആ ഹദീസ് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ബോധം കെട്ടി വീഴുന്നു. നമ്മൾ ഈ ഹദീസ് പറയുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ അങ്ങനെ ഒരു ഇഗ്മാ, ബോധം കെട്ടി വീഴുന്ന അവസ്ഥ വരുന്നുണ്ടോ? ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലു മൻ തുസഅറു ബിഹിമുൻ നാറു യൗമൽ ഖിയാമത്തി 3 വിഭാഗം ആളുകൾക്കാണ് നാളെ അല്ലാഹുവിന്റെ നരകം പിടികൂടുന്നത്. ആദ്യമായി നരകത്തിലേക്ക് എറിയപ്പെടുന്നത് എന്റെ ഉമ്മത്തിൽ നിന്ന് 3 പേരാണ്. അതങ്ങ് പറയുമ്പോഴേക്കും സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബോധം കെട്ടി വീഴും, പൂർത്തിയാക്കാൻ പറ്റൂല. ആരാണ് ആ 3 പേർ? പിന്നെ ബോധം തെളിയണം, വെള്ളം കുടയണം, എഴുന്നേറ്റിട്ട് പറയും ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്കെന്ന് പഠിപ്പിച്ചു തന്നിരുന്നു എന്ന്. ഹബീബിന്റെ വഫാത്തിന് ശേഷം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ, അവരുടെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. പൂച്ചയെ നല്ല ഇഷ്ടമായിരുന്നു, ചെറിയൊരു പൂച്ചയെ കളിപ്പിക്കുമായിരുന്നു. അങ്ങനെ നബി ഇട്ട് കൊടുത്ത പേരാണ് അബൂ ഹുറൈറ, പൂച്ചയുടെ ആള് എന്നർത്ഥമുള്ള സ്വന്തം പേര് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. ബോധം തെളിഞ്ഞ് അവ്വലു മൻ തുസഅറു ബിഹിമുൻ നാറു യൗമൽ ഖിയാമത്തി 3 പേർക്കാണ് നാളെ ആദ്യമായി നരകശിക്ഷ ഏൽക്കേണ്ടി വരികയെന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും യുഗ്മാ അലൈഹി, ബോധം കെട്ടു വീണു. 4ാമത്തെ തവണ ബോധം തെളിഞ്ഞപ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഖാരിഉൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ പഠിച്ച ആളുകൾ. അത് ഖുർആനിന്റെ ഹിഫ്ളാവാം, ഖുർആന്റെ തഫ്സീർ പഠിച്ചതാവാം, ഇൽമ പഠിച്ചതാവാം. ആലിമീങ്ങള്, വാഇദീങ്ങള്, പ്രഭാഷണം നടത്തുന്നവര്, പണ്ഡിതന്മാര്, ദർസ് നടത്തുന്നവര്, ഖുർആനെ ഹിഫ്ളാക്കിയവര്, മനപ്പാഠമാക്കിയവര്. ആദ്യമായി നരകം പിടികൂടുന്നത് ഖാരിഉൽ ഖുർആൻ, ഖുർആൻ പഠിച്ച ആളുകൾക്കാണ്. പിന്നെ പറഞ്ഞു 2ാമത്തേത് വൽ മുജാഹിദ്, അള്ളാഹ്ക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്ന വിധം ധർമ്മസമരങ്ങളിൽ പോയി ചോര ചിന്തി മരിച്ച ആളുകൾ, ശുഹദാക്കൾ എന്ന് പറയുന്ന ചില ആളുകൾ. 3ാമത്തെ വിഭാഗം വൽ മുതസദ്ദിഖു ബിമാലിഹി, അള്ളാഹുവിന് വേണ്ടി സമ്പത്ത് ഒരുപാട് എടുത്തു കൊടുത്ത ആളുകൾ.
മഹാനായ ഇബ്നുൽ ഖയ്യിം എന്നവരെ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, ഖുർആനിന്റെ പഠനം. ചെറുതാണോ അത്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ. നിങ്ങളിൽ ആരാണോ ഏറ്റവും കൂടുതൽ ഖുർആൻ പഠിച്ചത്, അല്ലാഹുവിന്റെ അഹ്കാമുകൾ പഠിച്ചത്, ദീനിന്റെ ഫിഖ്ഹ് മനസ്സിലാക്കിയത്, അവരാണ് നിങ്ങളിൽ ഏറ്റവും ഖൈർ. വഅല്ലമഹ, അത് പഠിപ്പിച്ചു കൊടുത്തതും. എന്നിട്ട് എന്തേ നരകത്തിൽ പോവാൻ കാരണം എന്നറിയോ? ലിയുഖാല കദാ. വലിയ മുദരിസാണ്, വലിയ പണ്ഡിതനാണ്, വലിയ വാഇദാണ്, വലിയ പ്രഭാഷകനാണ്. ഇതറിയപ്പെടാൻ വേണ്ടി ചെയ്തതല്ലേ? വഖദ് ഖീൽ, അതൊക്കെ നാട്ടിൽ അറിഞ്ഞു, ആളുകൾ അതറിഞ്ഞു, അതല്ലായിരുന്നോ ലക്ഷ്യം എന്ന് പറഞ്ഞ് ഈ പണ്ഡിതനെ നരകത്തിലേക്ക് അല്ലാഹു എറിയുമെന്ന് ആദ്യം എറിയപ്പെടുന്നവരിൽ ആദ്യത്തെ ആൾ ഈ ദീൻ അല്ലാഹുവിന് വേണ്ടിയല്ലാതെ പഠിച്ചവരാണ്. ഇത് പണ്ഡിതന്മാരും മുതഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും മുദർരിസീങ്ങളും ഖതീബുമാരും എന്നെപ്പോലെയുള്ള മിസ്കീന്മാരായ വാഇദീങ്ങളും ഒക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്.